بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنهم كانوا يسارعون في الخيرات ويدعوننا رغبا ورهبا وكانوا لنا خاشعين സ്നേഹാദരണീയരായ വിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും എല്ലാം പാലിച്ചും സൂക്ഷിച്ചും നാം ഓരോരുത്തരും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ദാസന്മാരിൽ, സ്വാലിഹുകളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമദാനിന് തൊട്ട് മുമ്പുള്ള മാസമായ ശഅബാനിലേക്ക് നമ്മളൊക്കെ പ്രവേശിച്ചിരിക്കുകയാണ്. ശഅബാൻ എന്ന് പറയുന്നത് ഒരു മുന്നൊരുക്കത്തിൻ്റെ മാസം എന്നാണ് ഉലമാക്കൾ പരിചയപ്പെടുത്തിയത്. ഒരു വിശുദ്ധ മാസത്തെ സ്വീകരിക്കാനുള്ള മുന്നൊരുക്കം ഉണ്ടാകേണ്ട സമയമാണിത്. ഈ മാസത്തിൻ്റെ 5 സവിശേഷതകളായി ഉലമാക്കൾ ചൂണ്ടിക്കാണിച്ചത്: 1, കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസമാണിത് എന്നത്. 2, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പെടുത്തിരുന്ന മാസം ശഅബാനാണെന്നാണ്. 3, ഒരു പ്രശ്നമാണ് ഉലമാക്കൾ പറഞ്ഞത്: ജനങ്ങൾ നന്മയിൽ നിന്ന് പൊതുവെ അകലുന്ന ഒരു മാസമാണ് ശഅബാൻ. 4, കഴിഞ്ഞ റമദാനിൽ നോമ്പുകൾ വിട്ടുപോയവർ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അഥവാ അടുത്ത റമദാൻ എത്തും മുമ്പ് നഷ്ടപ്പെട്ടു പോയ നോമ്പെന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതെടുത്ത് വീട്ടേണ്ട അവസാന സമയം. 5, റമദാന് വേണ്ടി ഒരു വിശ്വാസി
ആത്മീയമായും എല്ലാ നിലയ്ക്കും ഒരു നല്ല ഒരുക്കം നടത്തേണ്ട മാസം. ഇങ്ങനെ 5 സവിശേഷതകൾ ഉലമാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലൊന്ന് കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന മാസം എന്ന നിലയ്ക്കാണ് ഷഅബാൻ പരിചയപ്പെടുത്തപ്പെടുന്നത്. കർമ്മങ്ങൾ ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ വർഷത്തിൽ അതുണ്ട്, ആഴ്ചയിലുണ്ട്, ഓരോ ദിവസവും അത് നടക്കുന്നുണ്ട്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ എല്ലാ ദിവസവും മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യതആഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാർ. അല്ലാഹു മലക്കുകളെ രണ്ടായി തിരിച്ച് പകൽ ഡ്യൂട്ടിയും രാത്രി ഡ്യൂട്ടിയും മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ അവരുടെ പണികൾ എടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. വയജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ അസ്ർ. ഈ രാത്രി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന മലക്കുകളും പകലിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന മലക്കുകളും സംഗമിക്കുന്ന 2 സമയം എന്ന് പറയുന്നത് ഒന്ന് സുബഹി നമസ്കാരത്തിൻ്റെ വേളയാണ്, രണ്ടാമത് അസ്ർ നമസ്കാരത്തിൻ്റെ വേളയാണ്. സുമ്മ യഅ്റുജുൽ ലദീന ബാതു ഫീകും. അപ്പം ഈ കർമ്മങ്ങളൊക്കെ നമ്മുടേത് എഴുതി വെക്കുന്ന ഈ മലക്കുകൾ ഇവര് അള്ളാന്റെ അടുത്തേക്ക് ചെല്ലും. ഫസഅലഹും റബ്ബുഹും. അവിടെ എത്തിയാൽ റബ്ബ് അവരോട് ചോദിക്കും, വഹുവ അഅലം ബിഹിം. അപ്പം നമുക്കൊരു സംശയം ഉണ്ടാവും, എന്തിനാ അള്ളാഹ് ചോദിക്കണത്? അള്ളാഹ്ക്കറിയില്ലേ? അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഹുവ അഅലമു ബിഹിം. അള്ളാഹ്ക്കാണ് അവരെ പറ്റി ഏറ്റവും അറിയുക, അല്ലാണ്ട് മലക്കുകൾ അറിയിച്ചു കൊടുത്തിട്ടല്ല. പക്ഷേ അത് നമ്മളെ തെര്യപ്പെടുത്താനാണ് ആ ചോദ്യവും ഉത്തരവും അവിടെ നടക്കുന്നത്. അപ്പം മലക്കുകളോട് ചോദിക്കുക, കൈഫ തറക്തഹും ഇബാദി. എൻ്റെ ദാസന്മാരെ നിങ്ങൾ എങ്ങനെയാണ് വിട്ടേച്ചു പോന്നത്? ഫയഖൂലൂന തറക്നാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ അവരെ വിട്ടുപോരുമ്പോൾ അവർ നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതാണ്? ഒന്നുകിൽ ഫജറോ അല്ലെങ്കിൽ അസ്റോ. വഅതൈനാഹും വഹും യുസല്ലൂൻ. ഞങ്ങൾ വരുമ്പോൾ അവർ നമസ്കാരത്തിലാണ്. അതുമായിട്ടാണ് ഈ മലക്കുകൾ ചെല്ലുന്നത് അള്ളാന്റെ അടുത്തേക്ക്. അപ്പോൾ ഉലമാക്കൾ പറയുന്നത് ഈ ഹദീസ് വെച്ചിട്ട് അസ്ർ നമസ്കാരത്തിന് സുബഹിയുടേതുപോലുള്ള ഫളലുണ്ടെന്നാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ഏറെ ശ്രദ്ധിക്കേണ്ട വഖത്താണ് അസ്ർ എന്ന. അപ്പം നമ്മുടെയൊക്കെ ഈ ഗൾഫ് രാജ്യങ്ങളിലെ ഡ്യൂട്ടി കാരണം ആളുകൾ എന്ത് ചെയ്യും? അസ്ർ ബാങ്ക് നേരത്തെ ആകുമ്പോൾ ജമാഅത്ത് ഒഴിവാക്കും, എന്നിട്ട് കുറെ വൈകി എഴുന്നേറ്റ് നിസ്കരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. കാരണം മലക്കുകൾ സംഗമിക്കുന്ന വേളയാണ്, പ്രത്യേകിച്ച് പള്ളികളിൽ. അതുകൊണ്ട് ആ ഒരു ഫضല് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കാരണം മലക്കുകൾ ഇതും കണ്ടിട്ട് അള്ളാന്റെ അടുത്തേക്ക് ലാസ്റ്റ് ആ കർമ്മമായിട്ടാണ് ചെല്ലുന്നതെന്നാണ്. അപ്പം അത് വലിയൊരു ഫضലാണ്. അപ്പം അതുകൊണ്ട് സുബഹിയും അസ്റും ഒരു ദിവസത്തിലെ 5 വഖത്തുകൾ ഏറ്റവും പരിഗണിക്കപ്പെടേണ്ട 2 വഖത്തുകളാണ്. അപ്പം ഈ 2 സമയങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുത്ത് മലക്കുകൾ ചെന്ന് നമ്മുടെ കർമ്മങ്ങൾ ദിനേന സമർപ്പിക്കുന്നതാണ്, ഡെയിലി സമർപ്പിക്കുന്നതാണ്. രണ്ടാമത് റസൂലുള്ള പറഞ്ഞു, എല്ലാ ആഴ്ചകളിലും തുഅറദുൽ അഅമാലു യൗമൽ ഇസ്നൈനി വൽ ഖമീസ് ഫഉഹിബ്ബു അൻ യുഅറദ അമലി വഅന സ്വായിം. എല്ലാ തിങ്കളും എല്ലാ വ്യാഴവും കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് സമർപ്പിക്കപ്പെടുന്നുണ്ട്. മലക്കുകൾ അത് രേഖയായി അള്ളാഹുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഫഉഹിബ്ബു അൻ യുഅറദ അമലി വഅന സ്വായിം. അപ്പോൾ എൻ്റെ കർമ്മരേഖയുമായി മലക്കുകൾ അള്ളാഹിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിൽ അള്ളാഹുവിനെ കാണണം, ഞാനൊരു സ്വായിമാണെന്ന് എഴുതി വച്ചിരിക്കുന്നത്, നോമ്പുകാരൻ. അതുകൊണ്ടാണ് തിങ്കളും വ്യാഴവും ഞാൻ സുന്നത്ത് നോമ്പെടുക്കുന്നതെന്നാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമല് അവിടെ ഏറ്റവും മുകളിൽ അള്ളാഹ് കാണാൻ വേണ്ടിയിട്ടെന്നാണ്. അപ്പോൾ കണ്ടോ, ആഴ്ചയിൽ എല്ലാ ആഴ്ചകളിലും അത് നടക്കുന്നുണ്ട്. അതേപോലെ എല്ലാ വർഷത്തിലും ഒരു തവണ മൊത്തത്തിൽ നമ്മുടെ കർമ്മരേഖ മലക്കുകൾ അള്ളാഹുവിലേക്ക് കൈമാറുന്നതാണ്. ഉസാമ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, വഹുവ ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ റബ്ബായ
അള്ളാഹുവിലേക്ക് മലക്കുകൾ ഒരു വർഷത്തെ കർമ്മരേഖ കൊണ്ടുപോകുന്ന മാസം അതിതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ മീസാനിൽ, നമ്മുടെ തുലാസിൽ അത് ധനം തൂങ്ങണം എന്നാണ് ഹദീസുകളിൽ കാണാൻ സാധിക്കും. മനുഷ്യന്മാരെ അതുപോലെ എന്ത് ചെയ്യും? തൂക്കുന്ന അമലുകൾ മാത്രമല്ല, ഓരോ മനുഷ്യരെയും അവിടെ തൂക്കുന്ന അങ്ങനെ ഒരു തൂക്കം നോക്കണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കർമ്മങ്ങളെ വെച്ച് തൂക്കുന്നതാണ്. അത് നമുക്കിവിടെ പരിചയമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ മീസാനിൽ കനം തൂങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാര്യമായി ശ്രദ്ധിക്കണം. ഒരു വശത്ത് അമല് ചെയ്തിട്ട് മറുവശത്ത് നാവ് കൊണ്ടത് കുളിക്കരുത്. നമ്മുടെ മീസാനിൽ കനം തൂങ്ങണം. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അറാഫിലെ 8-9 ആയത്തിലൂടെ പറഞ്ഞത് വൽ വസ്നു യൗമ ഇദിനിൽ ഹഖ്. ആളുകൾക്ക് ചിലപ്പോൾ സംശയമുണ്ടാകും, എങ്ങനെയാണ് അമലുകൾ വെച്ച് തൂക്കുക എന്ന്, ആളുകളെ വെച്ച് തൂക്കുക എന്ന്, അങ്ങനെ അള്ളാഹു സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ പറഞ്ഞേക്കുക എന്ന്. അള്ളാഹ് പറയുന്നു വൽ വസ്നു യൗമ ഇദിനിൽ ഹഖ്. അന്ന് തൂക്കുക എന്നത് അത് സത്യമാണ്, അത് യാഥാർത്ഥ്യമാണ്. ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആരുടെ തുലാസിലാണോ നന്മയ്ക്ക് തൂക്കം കൂടുന്നത്, അങ്ങനെയുള്ള ആളുകളാണ് അവിടെ ജേതാക്കളാകുന്നത്. വമൻ ഖഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറു അൻഫുസഹും. ആരുടെ തുലാസിലാണോ നന്മകൾ കനം കുറയുന്നത്, അവരാണ് ആത്മനഷ്ടം സംഭവിച്ച ആളുകൾ. ബിമാ കാനൂ യദ്ലിമൂൻ. അവർ ചെയ്ത ദുൽമകൾ കാരണം, അവർ ചെയ്ത അക്രമങ്ങൾ കാരണം. കണ്ടോ? അപ്പൊ നമ്മുടെ നന്മകൾ നമ്മൾ അധികരിപ്പിക്കാൻ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കർമ്മരേഖയുമായി മലക്കുകൾ ചെല്ലുമ്പോൾ അതിൽ നന്മകൾ കൂടുതൽ ഉണ്ടാവണം. അപ്പൊ രണ്ടാമത്തെ സവിശേഷത എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ഈ മാസത്തിൽ നോമ്പെടുത്തിരുന്നു എന്നാണ്. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, വലം അറഹു സ്വായിമൻ മിൻ ഷഹ്രിൻ ഖത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശഅബാനിൽ നോമ്പില്ലാത്ത ഒരു ദിവസം പോലും ഞാൻ കണ്ടിട്ടില്ല. അക്സറ മിൻ സിയാമിഹി കാന യസൂമു ശഅബാൻ കുല്ലഹു കാന യസൂമു ശഅബാന ഇല്ലാ ഖലീലൻ. മൊത്തം എടുത്തിരുന്നു എന്നാണ്. വേറെ റിപ്പോർട്ടിൽ കാണാം, ഏതാനും ദിവസങ്ങൾ ഒഴിവാക്കിയാലായി ബാക്കി ദിവസം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ നോമ്പെടുത്തിരുന്നു എന്നാണ്. അവിടെ ഉലമാക്കൾ പ്രത്യേകം പറയുന്ന ഒരു കാര്യമുണ്ട് ഹദീസുകളുടെ വെളിച്ചത്തിൽ. അതെന്താണ് എന്നാൽ, ഒരാൾ റമദാൻ തുടങ്ങുന്നതിൻ്റെ 1-2 ദിവസം മുമ്പായി റമദാനിലേക്ക് ചേർത്ത് നോമ്പെടുക്കാൻ പാടില്ല. അത് ഹറാമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷിദ്ധമാക്കിയതാണ്. ലാ യതഖദ്ദമന്ന അഹദുക്കും റമദാന ബിസൗമി യൗമിൻ ഔ യൗമൈനി ഇല്ലാ അൻ യകൂന റജുലുൻ കാന യസൂമു സൗമഹു ഫല്യസും ദാലിക്കൽ യൗം. സാധാരണ ഒരാൾ എന്ത് ചെയ്യാറുണ്ട്? തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ നോമ്പെടുത്ത് വരുന്നുണ്ട്. അങ്ങനെ ആൾ നോക്കുമ്പോൾ ഈ റമദാൻ വരുന്ന ഒരു ചൊവ്വാഴ്ചയാണ്. അപ്പൊ തലേന്ന് എന്താ? റമദാന്റെ തലേന്നാണ്, തൊട്ട് തലേന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അയാൾ സ്ഥിരം സുന്നത്ത് നോമ്പെടുത്ത് വരുന്ന ആളാണെങ്കിൽ അത് റമദാനിന്റെ തലേന്നായാലും ശരി, അയാൾക്ക് എന്ത് ചെയ്യാം? ആ സുന്നത്ത് നോമ്പെടുക്കാവുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. മൂന്നാമത്, ഈ മാസത്തിന്റെ ഒരു പ്രശ്നം, മാസത്തിന് പ്രശ്നമല്ല, ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ തീരെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മാസമാണെന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ദാലിക ഷഹ്റുൻ യഗ്ഫുലുൻ നാസു അൻഹു ബൈന റജബിൻ വ റമദാൻ. റജബ് അത് പവിത്രമായ മാസത്തിൽപ്പെട്ടതാണല്ലോ. റമദാനോ അതും പവിത്രമായ മാസമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വരുന്ന ഷഅബാൻ ആളുകൾ തീരെ ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യും. അതുകൊണ്ട് അശ്രദ്ധ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് വിശ്വാസികളുടെ ഒരു ഗുണമായി വിശുദ്ധ ഖുർആൻ പ്രത്യേകം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ നന്മ ചെയ്യും എന്നത് മാത്രമല്ല, മറിച്ച് അവർ നന്മയ്ക്കുള്ള അവസരങ്ങൾ കിട്ടിയാൽ അതിനുവേണ്ടി തിരക്ക് കൂട്ടുന്ന പറഞ്ഞത്. ഖുർആനിലൊരായത്തുണ്ട്, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത് വയദ്ഊനനാ റഗബൻ വറഹബാ വകാനൂ ലനാ ഖാശിഈൻ. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്.
സ്വതക്കയാവട്ടെ, നോമ്പാവട്ടെ, വിശുദ്ധ ഖുർആനിൻ്റെ പാരായണമാവട്ടെ, ഏതേത് നന്മകളിലും അവർ ധൃതിപ്പെടുന്നവരാണ്, ധൃതി കൂട്ടുന്നവരാണ്. പിന്നെയോ ഭയപ്പാടോടുകൂടി, പ്രതീക്ഷയോടുകൂടി റബ്ബിനോട് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. വക്കാനൂ ലനാ ഖാശിഈൻ, അള്ളാഹുവിനോട് അങ്ങേറ്റം വിധേയപ്പെട്ട് ഭയഭക്തി കാത്തു സൂക്ഷിക്കുന്നവരുമാണവർ. ഞാൻ എടുത്തു പറഞ്ഞൊരു പോയിന്റാണത്. അപ്പോൾ ആ ഒരു സൽഗുണം തീർച്ചയായും നമ്മളിൽ ഉണ്ടാവണം. അവസരങ്ങളെ, സമയങ്ങളെ നഷ്ടപ്പെടുത്താതിരിക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ സജ്ജനങ്ങളിൽ, ഖാശിഈങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, റമളാനിൽ ഏതെങ്കിലും കാരണത്താൽ നോമ്പ് നഷ്ടപ്പെട്ട ആളുകളിൽ ചിലർ അത് തീരെ ശ്രദ്ധിക്കാതെ അതങ്ങനെ ഇട്ടേക്കും. അവസാനം റമളാൻ എടുക്കുമ്പോഴേക്കും എന്തെങ്കിലും ഒരു അസുഖം വന്ന്, മറ്റെന്തെങ്കിലും പ്രയാസം വന്നത് വീട്ടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഒരു റമളാൻ കഴിഞ്ഞാൽ ആ റമളാനിൽ യാത്ര കാരണമോ രോഗം കാരണമൊക്കെ നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അത് വീട്ടുന്നതാണ് ഹൈറായിട്ടുള്ളത്. കാരണം അതൊരു കടമാണ്. നമ്മൾ ആ ഒരു കടം നിലനിൽക്കെ മരണപ്പെട്ടാൽ നമ്മുടെ അനന്തരാവകാശികളായ ആളുകൾ ആ നോമ്പ് നോറ്റുവിടണം എന്നുള്ളതാണ്. അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെ എന്തെങ്കിലും വീട്ടാൻ ബാക്കിയുണ്ടെങ്കിൽ അതിനുള്ള അവസാന സമയമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് വീട്ടാൻ ബാക്കിയുള്ളവർ അത് എടുത്ത് പൂർത്തിയാക്കട്ടെ. ഇനി അതിന് പറ്റാത്ത ആളുകളുണ്ടാവും, അവർ ഫിദിയ കൊടുത്ത് അതിനുള്ള പരിഹാരം ഉണ്ടാക്കട്ടെ എന്ന്. കുടുംബത്തിലൊക്കെ ചില വാപ്പന്മാരും ഉമ്മാരൊക്കെ വർഷങ്ങളായിട്ട് നോമ്പെടുക്കുന്ന മക്കൾ ശ്രദ്ധിക്കുന്നേ ഉണ്ടാവില്ല. ചിലർ പറയും എൻ്റെ ഉമ്മ അല്ല എൻ്റെ ഉപ്പ നോമ്പെടുത്തിട്ട് 15 വർഷമായി, ഫിദിയയും കൊടുക്കല്ല, എന്താ ചെയ്യണം? അപ്പം അത്രയും ബോധമില്ലാത്ത ആളുകളുണ്ട്. മാതാപിതാക്കളുടെ വിഷയത്തിലൊക്കെ അവർ നിത്യരോഗികളാണെങ്കിൽ, വാർദ്ധക്യത്തിലെത്തി നോമ്പെടുക്കാൻ പറ്റാത്തവരാണെങ്കിൽ മക്കളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണത്. അതേപോലെ നമ്മൾ പറഞ്ഞ റമളാന് വേണ്ടി എല്ലാ നിലയ്ക്കും ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ, സലഫുകളുടെ ഒരുക്കത്തെ പറ്റി പറഞ്ഞാൽ, കച്ചവടമൊക്കെ ചെയ്തിരുന്ന ചില സ്വഹാബാക്കളും മുൻഗാമികളൊക്കെ അവരെ കച്ചവടമൊക്കെ ഒന്ന് റമളാൻ ആകുമ്പോൾ നിർത്തുകയല്ല, ഷഅബാനോട് കൂടി അതൊക്കെ ഒന്ന് തൽക്കാലം സൈഡാക്കിയിട്ട് ഇബാദത്തുകളിലേക്ക് അവർ മുഴുകുമായിരുന്നു എന്ന് കാണാം. മഹാനായ സലമത്ത് ബിൻ കുഹൈൽ എന്ന സലഫ് മുൻഗാമി പറയുന്നുണ്ട്, ഖുറാകളുടെ, അതായത് ഖുർആൻ പാരായണക്കാരുടെ മാസമാണ് ഷഅബാൻ. നമ്മൾ സാറിന് എന്താ പറയുക, ആളുകൾ റമളാൻ ആയാൽ ഖുർആൻ എടുക്കും, നല്ല ഓത്തു തുടങ്ങുന്നതാണ്. പക്ഷേ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവർ റമളാൻ ആയിട്ടല്ല, ഷഅബാൻ ആകുമ്പോൾ തന്നെ ഖുർആൻ എടുത്ത് അതിൻ്റെ പാരായണം സാധാരണത്തേതിനേക്കാളും കൂടുതൽ വർദ്ധിപ്പിക്കുമായിരുന്നു എന്നൊക്കെ കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ സമയം എന്ന് പറയുന്നത് അത് അമൂല്യമാണ്. അത് അല്ലാഹു നമുക്ക് നൽകിയ അവസരമാണ്. അത് പ്രയോജനപ്പെടുത്തുന്ന ആളുകൾക്ക് മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവർ തീർച്ചയായും പരാജയപ്പെടുക തന്നെ ചെയ്യും. നാളെ നാം ചെയ്ത നന്മതിന്മകൾ കാണാനും വിലയിരുത്താനുള്ള അവസരം അല്ലാഹു നമ്മുടെ മുമ്പിൽ ഒരുക്കും. അവിടെ നന്മകളുടെ എണ്ണം കൂടിയാൽ രക്ഷയാണ്, നന്മകളുടെ എണ്ണം കുറഞ്ഞാൽ അവിടെ ശിക്ഷയാണ്. അതാണ് ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത്. നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മീസാനാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അതിനുള്ള അവസരമാണ് നാം പ്രവേശിച്ച ഈ ഷഅബാനും ഇനി നമ്മുടെ മുന്നിലേക്ക് വരാനിരിക്കുന്ന റമളാനും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. അല്ലാഹു ആ തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ നന്മകളെ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഏറ്റവും നല്ല ഒരു ഒരുക്കം റമളാന് വേണ്ടി നടത്തി വിശുദ്ധ റമളാനിലേക്ക് പ്രവേശിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതയാത്രയിൽ ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമായി മുമ്പോട്ട് പോകുമ്പോൾ റബ്ബിൻ്റെ വിളി വരും, കാലിടറി വീഴും.
മടക്കമുണ്ടാകും. ഒരുപാട് മരണങ്ങൾ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ അബ്ബാസിയയിൽ വർഷങ്ങളായി ജോലി ചെയ്തു വരുന്ന ദീനി രംഗത്ത് വളരെ സജീവമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ മനാഫ് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരണപ്പെട്ട വിവരം ഗ്രൂപ്പുകളിലൂടെയൊക്കെ അയക്കപ്പെട്ടിരുന്നു. നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു എന്നും നല്ലൊരു മനുഷ്യനായിരുന്നു എന്നും നല്ല ഒരു ദീനി ബന്ധത്തിൽ ജീവിച്ചിരുന്ന ആളായിരുന്നു എന്നുമൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരന് എല്ലാം പുറത്തു കൊടുക്കട്ടെ. സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനം നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂടെ പ്രവർത്തന രംഗത്തുള്ള നമ്മുടെ സഹോദരങ്ങളിൽ ഒരാൾ ഷാഫിയുടെ ഉപ്പ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ട വിവരം നമ്മളൊക്കെ അറിഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപ്പാക്ക് എല്ലാം പുറത്തു കൊടുക്കുകയും ഖബർ വിശാലമാക്കി കൊടുക്കുകയും സ്വർഗത്തിലെ ഏറ്റവും നല്ല ഫിർദൗസ് എന്ന ആ ഉന്നതമായ സ്ഥാനം നൽകി അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു പൂർണ്ണമായ ഷിഫ പ്രദാനം ചെയ്യട്ടെ. മാരകമായ രോഗങ്ങൾ പിടിപെട്ട് കഴിയുന്നവരുണ്ട്. അല്ലാഹു അവർക്കെല്ലാം പൂർണ്ണമായ ഷിഫയും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ നന്മകളെയും അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.